പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രഭാഷണത്തിലും പ്രബന്ധത്തിലും ചിലപ്പോൾ പരസ്പരം കാണുമ്പോൾ പോലും ഔപചാരികമായും അനൗപചാരികമായും ആവർത്തിക്കുന്ന, ഒരുപക്ഷെ ആവർത്തനം കൊണ്ട് മടുപ്പുളവാക്കുന്ന, വേണമെങ്കിൽ ക്ലീശയായി തീർന്നു എന്ന് തന്നെ പറയാവുന്ന, അതായത് ആവർത്തിച്ചുള്ള ഉപയോഗം കൊണ്ട് ചൈതന്യം നഷ്ടപ്പെട്ട് ചണ്ടി മാത്രമായി തീർന്നു പോയോ എന്ന ഉത്കണ്ഠ പോലും ഉണ്ടാകാവുന്ന, പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോഴും ആ വാക്കുകൾ നമുക്കേറെ പ്രിയപ്പെട്ടതാണ്. ഞാൻ വിവക്ഷിക്കുന്നത് ഏത് പ്രഭാഷണത്തിലും ഏത് പ്രബന്ധത്തിലും ആവർത്തിക്കപ്പെടുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ തുടങ്ങിയ പതിവ് സംബോധനാ പദങ്ങൾ, ആ പതിവ് സംബോധനാ പദങ്ങൾ ഓരോന്നും ഉദാഹരണമായിട്ട് പ്രിയപ്പെട്ട എന്ന് പറയുമ്പോഴുള്ള അർത്ഥവിവക്ഷകളല്ല ബഹുമാനപ്പെട്ട എന്ന് പറയുമ്പോൾ, അതല്ല സുഹൃത്തുക്കളെ എന്ന് വിളിക്കുമ്പോൾ. പക്ഷേ നമുക്കറിയാം ഇവയെല്ലാം ഏതോ തരത്തിൽ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടാണ് നിലകൊള്ളുന്നത്. എന്നാൽ ഇതിനെയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാക്ക് ആഫ്രിക്കൻ ഭാഷയിൽ, ആ വാക്ക് വളരെ പ്രചാരത്തിൽ വരുത്തിയത് ഡെസ്മണ്ട് ടുട്ടു ആണ്. നോബൽ സമ്മാനം നേടിയ ലോകപ്രശസ്തനായ യുദ്ധവിരുദ്ധ സമാധാനവാദിയായ ഡെസ്മണ്ട് ടുട്ടു ഈ വാക്കിന് വലിയ പ്രചാരം നൽകുകയുണ്ടായി. സത്യത്തിൽ ആഫ്രിക്കൻ ഭാഷയിലെ ഒരു സാധാരണ വാക്കാണ്. എന്നാൽ ആ വാക്കിന്ന് സാംസ്കാരിക ചരിത്രത്തിലെ ചൈതന്യനിർഭരമായൊരു വാക്കായി നമ്മുടെ സ്വപ്നത്തിൻ്റെ സ്വപ്നമായി നിലകൊള്ളുകയാണ്. ഉബുണ്ടു എന്നാണ് ആ വാക്ക്. ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നാലോചിക്കുമ്പോൾ ഒരുപാട് അർത്ഥങ്ങൾ നമുക്കതിന് നൽകാവുന്നതാണ്. മനുഷ്യർ തമ്മിലുള്ള സൗഹൃദം, മനുഷ്യൻ്റെ ആത്മാഭിമാനം, ഇതിനെയൊക്കെ ആദരിക്കുന്ന ഒരു വാക്കായി, നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാനുള്ളത് എന്ന വിനയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ വാക്കിനെയാണ് ഇതിനു മുമ്പത്തെ 2 എപ്പിസോഡിൽ വാക്കുകളെക്കുറിച്ചുള്ള അവതരണത്തിൻ്റെ ഒരു തുടർച്ചയിൽ നമുക്കിവിടെ അപഗ്രഥിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യനും ഒറ്റപ്പെട്ട തുരുത്തല്ല. എല്ലാ മനുഷ്യരും വൻകരയുടെ ഭാഗമാണ്. ഒരു മനുഷ്യനും ഇന്നിൽ തുടങ്ങി ഇന്നിൽ തളിർത്ത് ഇന്നിൽ അവസാനിക്കുന്നില്ല. ഒരു വലിയ നൈരന്തര്യത്തിൻ്റെ തുടർച്ചയുടെ കണ്ണികളായിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും കരുത്ത്, കാന്തി. അതുകൊണ്ടാണ് ഉബുണ്ടു എന്ന് പറയുന്നത്. നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാനുള്ളത്, നമ്മളുള്ളത് കൊണ്ടാണ് ഞാനുള്ളത്, നമ്മളാണ് ഞാൻ. ഇത് വലിയൊരു തത്വചിന്തയുടെ ചുരുക്കമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്ന, ഈ വാക്കിനെ നമുക്ക് അതിൻ്റെ സൂക്ഷ്മതയിൽ കൃത്യതയിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ആഫ്രിക്കൻ കഥ. ആഫ്രിക്കൻ കഥ എന്ന് പറയുമ്പോൾ ഇത് എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എഴുതപ്പെടുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഒരുപാട് കഥകൾ നാട്ടിലെ മനുഷ്യരുടെ നാവിൻ തുമ്പിൽ, അവരുടെ മനസ്സിൽ ഒക്കെ നിലനിന്ന് പോരുന്നതാണ്. ആ കഥയുടെ ചുരുക്കം മാത്രമാണ് ഞാൻ ഈ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. 2 വാക്കാണ്. ഒന്ന് ഉബുണ്ടു എന്ന വാക്ക്. ആ വാക്കിൻ്റെ ഒരു പ്രശ്നപരിസരം നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കഥ. ഈ കഥ പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. പക്ഷേ അതിനൊരാമുഖം എന്ന അർത്ഥത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ എത്ര തന്നെ ജാഗ്രത പാലിച്ചാലും, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അധികാരം നമ്മുടെ അകത്തേക്ക് നുഴഞ്ഞു കയറും, ഇടിച്ചു കയറും, ഒളിച്ചു കടക്കും. ചിലപ്പോൾ നമ്മൾ തന്നെ അതിനെ 2 കൈയും നീട്ടി മനസ്സ് തുറന്ന് ഒരു ജാള്യതയുമില്ലാതെ സ്വീകരിക്കും. ഇത് കേൾക്കുമ്പോൾ അടിമുടി അധികാരത്തിൻ്റെ ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? അത് ശരിയാണ്. പക്ഷേ ഞാനിവിടെ വിവക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തിന്
അനിവാര്യമായ വർഗീകരണം, ക്ലാസിഫിക്കേഷൻ നടത്തുന്ന അധികാരത്തെക്കുറിച്ചല്ല, മർദ്ദകമായ അധികാരത്തെക്കുറിച്ചാണ്. മനുഷ്യരെ മനുഷ്യരായി പരിഗണിക്കാത്ത അപരത്വത്തിൻ്റെ അങ്ങേയറ്റം എന്ന അർത്ഥത്തിലുള്ള അധികാരത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ അവസ്ഥയെ അടിവരയിടുന്ന ഒരാഫ്രിക്കൻ കഥയാണ്. ആ കഥയിലെ പ്രധാന കഥാപാത്രം സത്യത്തിൽ ആഫ്രിക്കയിലെ ജനതയാണ്, അവരുടെ സംസ്കാരമാണ്, അവരുടെ ജീവിത സമീപനമാണ്, ഉബുണ്ടുവാണ്. എന്നാൽ ആ കഥയിൽ കടന്നു വരുന്ന അധികാരത്തിൻ്റെ പ്രതിനിധി അലക്സാണ്ടർ എന്ന ചക്രവർത്തിയാണ്. അലക്സാണ്ടറെ നമ്മൾ വെറും അലക്സാണ്ടർ എന്ന് വിളിക്കാറില്ല, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് അലക്സാണ്ടറുടെ അല്ലെങ്കിൽ അതുപോലുള്ള രാജാക്കന്മാരുടെ ഗ്രേറ്റ്നെസ് ആയിട്ട്? അവർക്കൊരു പക്ഷേ മഹത്വം ഉണ്ടാകാം, പക്ഷെ അവരുടെ മഹത്വമായി നമ്മുടെ പാഠപുസ്തകങ്ങൾ തുടർച്ചയായി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ജയിച്ച യുദ്ധങ്ങൾ, വെട്ടിപ്പിടിച്ച പ്രദേശങ്ങൾ, വെട്ടിക്കൊന്ന മനുഷ്യർ, ഒഴുക്കിയ ചോരപ്പുഴകൾ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അല്പം ആഴത്തിൽ ആലോചിച്ചാൽ നമുക്ക് അവമാനം തോന്നും. മഹത്വമെന്ന വാക്കിനെ ഇത്രമേൽ കളങ്കപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് നാം അറിയാതെ ചോദിച്ചു പോകും. അതെന്തോ ആവട്ടെ, അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആഫ്രിക്ക സന്ദർശിക്കുന്നു. രാജാവെന്ന് തിരിച്ചറിയുന്ന വിധത്തിലല്ല. ശിരസിൽ കിരീടമില്ല, കാലിൽ പാദരക്ഷകളില്ല, അകമ്പടിക്കാരില്ല. പക്ഷേ ആഫ്രിക്കയിലെത്തിയപ്പോൾ ആഫ്രിക്കൻ ജനത അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, സ്വർണം നൽകുന്നു. അലക്സാണ്ടർ വിചാരിച്ചത് ഇവരേതോ വിധത്തിൽ താൻ രാജാവാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ പേടിച്ച്, തന്നെ പ്രീണിപ്പിക്കാൻ വേണ്ടി, പ്രീതിപ്പെടുത്താൻ വേണ്ടി ഈ വിധം സ്വർണം നൽകുകയായിരിക്കുമെന്നാണ്. എന്നാൽ ആഫ്രിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജീവിത രീതി, സംസ്കാരം എന്ന് പറയുന്നത് അപരിചിതരായ ഒരാൾ അവരുടെ ഗോത്രത്തിലേക്ക് വന്നാൽ അവരെ ആ ഗോത്രത്തിൻ്റെ ഭാഗമാക്കുന്നതിൻ്റെ തുടർച്ചയിൽ അവർ സമ്മാനം നൽകും. അത് അറിഞ്ഞിട്ടല്ല, പരസ്പരം അറിയുന്നതിൻ്റെ ഒരാമുഖമാണ്. ഇത് മനസ്സിലാക്കാൻ അലക്സാണ്ടർക്ക് കഴിയാതിരുന്നത് ആഫ്രിക്കക്കാർക്ക് ഒരു വിധത്തിലുള്ള സംസ്കാരവുമില്ല, നീതിബോധവുമില്ല എന്ന ആ യൂറോപ്യൻ അഹന്തയുടെ, അധികാരപ്രമത്തതയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അലക്സാണ്ടർ തൻ്റെ അല്പത്വം വെളിപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സ്വർണം മോഹിച്ചല്ല, നിങ്ങളുടെ സമ്മാനം സ്വീകരിക്കാനല്ല ഞാനിവിടെ വന്നത്. അപ്പോഴും ആഫ്രിക്കൻ മനുഷ്യർ അവരുടെ വിനയം വിട്ടില്ല. അവർ ചോദിച്ചു, അങ്ങ് എന്താണ് അങ്ങേക്ക് അറിയേണ്ടത്? അപ്പോൾ അദ്ദേഹം ഔദ്ധത്യത്തോടെ ചോദിച്ചു, നിങ്ങളുടെ രാജ്യത്ത് നീതി നിലനിൽക്കുന്നുണ്ടോ? സത്യത്തിൽ വളരെ വിചിത്രമായ, ആരും ആരോടും ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യമാണത്. കാരണം നീതി നിലനിൽക്കുന്നില്ലെങ്കിൽ മനുഷ്യ സമൂഹം നിലനിൽക്കില്ല. അതിൻ്റെ അർത്ഥം എല്ലാവരും നീതിബോധമുള്ളവരായാൽ മാത്രമേ ഒരു സമൂഹം നിലനിൽക്കൂ എന്നല്ല, മറിച്ച് ഒരു സമൂഹം അനീതിയുടെ ആഴക്കടലിൽ മുങ്ങിത്താഴുമ്പോഴും ഒരു തുരുത്തുപോലെ എവിടെയെങ്കിലും നീതി ഉണ്ടെങ്കിൽ ഒരുപക്ഷേ ആ തുരുത്തിലെ നീതിയുടെ മുരട്ടിൽ നിന്ന് മനുഷ്യജീവിതം തളർത്തു വരും. അതുകൊണ്ട് എല്ലാ സമൂഹത്തിലും നീതി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അലക്സാണ്ടറുടെ അധികാര അഹന്തയുടെ ചോദ്യമാണ്. പക്ഷെ അവരതിനെ അങ്ങനെ കണ്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ മൂപ്പൻ്റെ മുമ്പിൽ ഒരു കേസ് നടക്കുകയാണ്. അവിടെ ചെന്നാൽ ഒരുപക്ഷെ താങ്കൾക്ക് ഞങ്ങളുടെ നാട്ടിൽ മനുഷ്യരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാവും. അലക്സാണ്ടർ പുച്ഛത്തോടെ, പരിഹാസത്തോടെ ഈ കാട്ടു മനുഷ്യർക്ക്, കാപ്പിരികൾക്ക്, കറുമ്പന്മാർക്ക്, അക്ഷരാഭ്യാസമില്ലാത്തവർക്ക്, ആയുധപാഠമില്ലാത്തവർക്ക്, യുദ്ധോത്സുകരല്ലാത്തവർക്ക് എന്ത് നീതിബോധമാണ്? എങ്കിലും അദ്ദേഹം ആ മൂപ്പൻ്റെ മുമ്പിൽ നടക്കുന്ന കേസ് വിസ്താരം കേൾക്കാൻ അവിടെ
എത്തുന്നു. അവിടെ കൊടുമ്പിരി കൊണ്ട തർക്കത്തിന് അടിസ്ഥാനമായ കാര്യം കേട്ടാൽ നമ്മൾ ചിരിച്ചു പോവും. അത് മറ്റൊന്നുമല്ല, അവിടെ രണ്ട് അയൽക്കാർ തമ്മിലാണ് തർക്കം. അവർ തർക്കിക്കുന്നത് അവർ മുമ്പ് നടത്തിയ ഒരിടപാടിൻ്റെ പേരിലാണ്. ഒരയൽക്കാരൻ മറ്റൊരയൽക്കാരനോട് ഒരു കൂടെ ഉമി വാങ്ങി, പൈസയും കൊടുത്തു. സത്യത്തിൽ ഇടപാട് തീർന്നു. പക്ഷേ ഉമി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഉമിയിൽ നിന്നൊരു കട്ട സ്വർണം കിട്ടി. ഉമിക്കിടയിൽ സ്വർണം, ആ സ്വർണത്തിൽ തൊട്ടതോടെ കനൽക്കട്ടയിൽ കൈ തട്ടിയാലുണ്ടാകുന്ന പൊള്ളലോടെ പിടഞ്ഞുകൊണ്ട് അയാൾ ഒച്ച വെച്ചു. ആളുകൾ ഓടിക്കൂടി. എന്താണ് കാര്യം? അയാൾക്ക് ഉമി വിറ്റ അയാളുടെ സുഹൃത്തായ അയൽക്കാരനും ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നിനക്കൊന്നും അറിയില്ലല്ലേ, എന്താണ് കാര്യം എന്ന് അന്വേഷിക്കുകയാണ്, നീയാണ് ഇതിനൊക്കെ ഉത്തരവാദി. അപ്പോൾ അയാൾ ചോദിച്ചു, ഞാനെന്ത് ചെയ്തു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്നോട് ഞാൻ ഒരു കൂടം നിങ്ങൾ എനിക്കൊരു കൂടെ ഉമി തന്നിരുന്നില്ലേ? ആ തന്നിരുന്നു, നീ അതിൻ്റെ വിലയും തന്നു, ഇടപാട് തീർന്നല്ലോ. അപ്പോൾ വാങ്ങിയ അയൽക്കാരൻ പറഞ്ഞു, ഇടപാട് തീർന്നിട്ടില്ല, ഇടപാട് തുടങ്ങാൻ പോണേ ഉള്ളൂ. ഒരു ലഹളക്കുള്ള എല്ലാ ഒരുക്കങ്ങളുമായി. അപ്പോൾ എന്താണ് കാര്യം അയാൾ അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഉമിയുടെ പണമേ തന്നിട്ടുള്ളൂ, പക്ഷേ നിങ്ങൾ തന്ന ആ ഉമിക്കുടിക്കയിൽ ഞാൻ തന്ന പണത്തിൽ പെടാത്ത ഒരു സ്വർണ്ണക്കട്ടയുണ്ട്, അതെനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ ഉടനെ അത് തിരിച്ചെടുക്കണം. ഇത് കേട്ടപ്പോൾ അലക്സാണ്ടറാകെ അന്തം വിട്ടുപോയി. എന്താ ഈ പറയുന്നത്? വെറുതെ ഒരു സ്വർണ്ണക്കട്ട കിട്ടിയിട്ട് അത് ഉപേക്ഷിക്കേ? ഇനി വിറ്റയാൾ എന്ത് പറയുമെന്നറിയാൻ അയാൾ കൗതുകപൂർവ്വം കാത്തിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു കുട ഉമി വിറ്റതിൽ കരിക്കട്ടയാണോ കനകക്കട്ടയാണോ എന്നുള്ളതൊന്നും എൻ്റെ പ്രശ്നമല്ല. അതിലുള്ള എല്ലാറ്റിനും നീയാണിനി അർഹൻ, അത് ഞാൻ തിരിച്ചെടുക്കില്ല. അലക്സാണ്ടർ തൻ്റെ ജമ്മത്ത് സ്വപ്നത്തിൽ പോലും ഇത്തരമൊരു കേസ് കേട്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. അലക്സാണ്ടർ വളരെ കൗതുകത്തോടെ എന്തായിരിക്കും ആഫ്രിക്കയുടെ മൂപ്പൻ വിധിക്കാൻ പോകുന്നത്. ആഫ്രിക്കയിലെ മൂപ്പന് ഒരു തരത്തിലുള്ള ചാഞ്ചാട്ടം ഉണ്ടായില്ല. അയാൾ വളരെ കൂളായിട്ട് ഒരു തിടുക്കും വെപ്രാളവും ഇല്ലാതെ വിറ്റ ആളോട് ചോദിച്ചു, നിങ്ങൾക്കൊരു മകനുണ്ടോ? അയാൾ പറഞ്ഞു, ഉണ്ട്. വാങ്ങിയ ആളോട് ചോദിച്ചു, നിങ്ങൾക്കൊരു മകളുണ്ടോ? അയാൾ പറഞ്ഞു, ഉണ്ട്. അപ്പോഴും അലക്സാണ്ടർ അന്തം വിട്ടു. ഈ സ്വർണവും മകനും മകളും ഒക്കെ തമ്മിൽ എന്ത് കാര്യം? പക്ഷേ മൂപ്പൻ വിധി പ്രഖ്യാപിച്ചു, നിങ്ങൾ രണ്ടുപേരും സത്യസന്ധരാണ്, അതുകൊണ്ട് നിങ്ങളിപ്പോൾ അയൽപക്ക ബന്ധമേ ഉള്ളൂ, നിങ്ങൾ തമ്മിൽ കുടുംബബന്ധം ഉണ്ടാവണം. അതുകൊണ്ട് നിങ്ങളുടെ മകൻ ഇദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിക്കട്ടെ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നുമില്ല, രാഷ്ട്രീയമായുള്ള ശരികേടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു മൂപ്പനല്ല ആരാരെ വിവാഹം കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. പക്ഷേ നമ്മൾ ഓർക്കണം, ഇത് എത്രയെത്രയോ കാലം മുമ്പ് നടന്ന ഒരു കാര്യമാണ്. ആ കാലഘടന പരിഗണിക്കുമ്പോൾ ഇതിലെ മാനവികത ഈ പറഞ്ഞ എല്ലാറ്റിനെയും അപ്രസക്തമാക്കി ഉയർന്നു നിൽക്കും. അപ്പോൾ ഇദ്ദേഹം ആഫ്രിക്കയിലെ ആ മൂപ്പനോട് ചോദിച്ചു, ഇങ്ങനെയാണോ നിങ്ങളുടെ രാജ്യത്ത് കേസ് വിധിക്കുന്നത്? അപ്പോൾ ആഫ്രിക്കയിലെ മൂപ്പൻ തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ രാജ്യത്താണെങ്കിൽ ഇതേ കേസ് നിങ്ങളുടെ മുമ്പിൽ വന്നാൽ എങ്ങനെയായിരിക്കും വിധിക്കുന്നത്? അയാൾ പറഞ്ഞു, ഇതിലെന്ത് ഇത്ര ആലോചിക്കാൻ, ആദ്യം തന്നെ സ്വർണം ഭണ്ഡാരത്തിലേക്ക് ട്രഷറിയിലേക്ക് മുതൽ കൂട്ടും. കാരണം രണ്ടുപേർക്കും ആവശ്യമില്ല, അത് സ്റ്റേറ്റിന് രാജാവിൻ്റെ സമ്പത്തായിട്ട് മാറും. പിന്നെ ഒരു കാര്യമില്ലാതെ വേണ്ടാത്തൊരു സത്യസന്ധത, അതിൻ്റെ പേരിൽ രണ്ടുപേരെയും ശിക്ഷിക്കും, പിഴയിടും, അതും ഭണ്ഡാരത്തിന് മുതൽക്കൂട്ടാവും. ഇതാണ് ഞങ്ങൾ ചെയ്യുക. അപ്പോൾ ആഫ്രിക്കയിലെ രാജാവ് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമാണ് ഉബുണ്ടു. ആ ചോദ്യം ഇതാണ്, നിങ്ങളുടെ രാജ്യത്ത് ഇപ്പോഴും മഴ പെയ്യാറുണ്ടോ?
അലക്സാണ്ടർക്ക് ഒന്നും മനസ്സിലായില്ല. അദ്ദേഹം വിചാരിച്ചു ഇതെന്ത് ചോദ്യം. അദ്ദേഹം പറഞ്ഞു ഇതെന്ത് ചോദ്യം, ഞങ്ങളുടെ രാജ്യത്ത് മഴ പെയ്യാറുണ്ടല്ലോ. അപ്പോൾ ആഫ്രിക്കയിലെ രാജാവ് കൈകൾ കൂട്ടിയടിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, അത് നിങ്ങളുടെ രാജ്യത്തിലെ മൃഗങ്ങളെക്കുറിച്ചോർത്ത് പ്രകൃതി കാണിക്കുന്ന കാരുണ്യമായിരിക്കണം, അല്ലാതെ മഴ പെയ്യാനുള്ള യാതൊരു സാധ്യതയില്ല. ഉബുണ്ടു ഞാൻ പരിചയപ്പെടുത്താൻ ശ്രമിച്ചത് ഡെസ്മണ്ട് ടുട്ടു, യുദ്ധത്തിനെതിരെ സമാധാനത്തിൻ്റെ പക്ഷത്ത് നിരന്തരം പ്രവർത്തിച്ച ഡെസ്മണ്ട് ടുട്ടു പ്രചാരം നൽകിയ, പക്ഷെ അപ്പോഴും നമ്മൾ മറക്കരുത്, ആഫ്രിക്കക്കാർക്കിടയിൽ നിലനിന്ന് പോരുന്ന അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ സുഗന്ധം പുരണ്ട നിരവധി വാക്കുകളിൽ മലയാളിക്കുമുണ്ട് അത്തരം വാക്കുകൾ. നമ്മൾ പക്ഷെ അതൊക്കെ മറന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒന്നാമത്തെ വാക്ക്, ഈ വാക്ക് വീണ്ടും വിശദീകരിക്കാവുന്നതാണ്, പക്ഷേ ഇങ്ങനെ അവസാനിപ്പിക്കുന്നു: പ്രിയവും ബഹുമാനവും സാഹോദര്യവും സമത്വവും സൗഹൃദവും എല്ലാം സമ്മേളിക്കുന്ന ഒന്നായി ആ വാക്ക് നമ്മെ ഉന്മത്തമാക്കുന്നു, നമ്മെ ഉന്മാദം കൊള്ളിക്കുന്നു. നമ്മുടെ സങ്കുചിതമായ ചെറിയ ലോകങ്ങളിൽ നിന്ന് അതിവിസ്തൃതമായ ഒരു ലോകത്തിലേക്ക് ചിറകുവിടത്തി പറക്കാൻ ഉബുണ്ടു നമുക്ക് പ്രചോദനം നൽകുന്നു. ഇനി ഇത്ര വിശദീകരിക്കുന്നില്ല. കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക്, ആ വാക്കിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത്, ഒരു ചോദ്യം അനിവാര്യമായി ഉയർന്നു വരും. സമകാലീനമായി നിരവധി പ്രശ്നങ്ങൾ കത്തിക്കൊണ്ടിരിക്കെ ഈ വാക്കിനിപ്പോൾ എന്താണ് പ്രാധാന്യം, പ്രസക്തി? സമകാലീന പശ്ചാത്തലത്തോട് നേരിട്ട് സംവദിക്കുന്ന, സംവാദം നടത്തുന്ന വാക്കാണ് ഉബുണ്ടു എന്നൊരല്പ ആഴത്തിൽ ആലോചിച്ചാൽ മനസ്സിലാവും. അതുപോലെ ഇനി പറയുന്ന വാക്കും പ്രത്യക്ഷത്തിൽ സമകാലീനതയുമായി ബന്ധമില്ല എന്ന് തോന്നുമെങ്കിലും സമകാലീനതയുമായി ഒരു തുരങ്ക സൗഹൃദം സ്ഥാപിച്ച വാക്കാണ് ഇനി ഞാൻ പരിചയപ്പെടുത്തുന്ന ആ വാക്ക്. ഇംഗ്ലീഷാണ്, ഡിഫൈൽ എന്ന വാക്കാണ്. കളങ്കപ്പെടുത്തുക, മലിനമാക്കുക എന്ന അർത്ഥത്തിൽ ആണ് ആ വാക്ക്. ആ വാക്കിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട കാലം, ദേശീയ പ്രസ്ഥാനം പതുക്കെ തലപൊക്കുന്ന കാലം. അന്ന് ആന്ധ്രയിലെ വിശാഖപട്ടണത്തിൽ ഒരു തട്ടാൻ അവിടുത്തെ ശിവക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക മാത്രമല്ല, അദ്ദേഹം ശിവലിംഗത്തിൽ ഇളനീർ അഭിഷേകം നടത്തി. ആ ക്ഷേത്രത്തിലെ 2 പുരോഹിതന്മാർ, ബ്രാഹ്മണ പുരോഹിതന്മാർ അദ്ദേഹത്തിനൊപ്പം നിന്നു. ഒരു പൊല്ലാപ്പുമില്ലാതെ നടന്നത് എന്ന് കരുതിയ പ്രശ്നം വിശാഖപട്ടണത്തിലെ ആ ശിവക്ഷേത്രത്തിലെ മറ്റു പുരോഹിതന്മാർ, ബ്രാഹ്മണ പുരോഹിതന്മാർ കുത്തിപ്പൊക്കി. അവർ ഈ ശിവലിംഗം, വിഗ്രഹം അശുദ്ധമായി എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. കോടതിയിൽ കേസായി. ആ കേസിൻ്റെ വിധി കേട്ടത് ഇന്ത്യയുടെ അഭിമാനമായ മുത്തുസ്വാമി അയ്യർ, ഒരുപക്ഷെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസായി നിയമിക്കപ്പെട്ട ആളാണ്. വിധവാ വിവാഹത്തിന് വേണ്ടി വാദിച്ച ആളാണ്. നഗ്നവാദനായ ന്യായാധിപനാണ്. ഇത്രയൊക്കെ ഞാൻ വിവരിക്കുന്നത് അദ്ദേഹം ഒരു മൂരാച്ചിയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒന്ന് അദ്ദേഹമായിരുന്നു ഈ കേസ് കേൾക്കേണ്ട ജഡ്ജ്. രണ്ടാമത്തെ ആൾ ജസ്റ്റിസ് പോർട്ടർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. തട്ടാൻ ശിവക്ഷേത്രം അശുദ്ധമാക്കി എന്ന വാദത്തെ പിന്തുണച്ചുകൊണ്ട് ജസ്റ്റിസ് മുത്തുസ്വാമി അയ്യർ വിധിയെഴുതി. തട്ടാൻ ശിക്ഷക്കർഹനാണ്. കാരണം അധസ്ഥിതനായ തട്ടാൻ
ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് തന്നെ തെറ്റാണ്. പിന്നെ വിഗ്രഹത്തിൽ അഭിഷേകം നടത്തിയത് അതിനേക്കാൾ വലിയ തെറ്റാണ്. ഡിഫൈൽ, വിഗ്രഹത്തെ കളങ്കപ്പെടുത്തി, ക്ഷേത്രത്തിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്തി. IPC 295. നമ്മൾ ഓർമ്മിക്കണം, ഈ പീനൽ കോഡൊക്കെ ഉണ്ടാകുന്നത് 1860 ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമാണ്. ഇതിലൊക്കെ കൗതുകമുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ജസ്റ്റിസ് പോർട്ടർ ആകട്ടെ, ഡിഫൈൽ എന്ന വാക്കിൻ്റെ അർത്ഥം കളങ്കപ്പെടുത്തുക എന്നാണ്. തട്ടാനൊരു മനുഷ്യനാണ്, അയാൾ കടന്നാൽ ഒന്നും അശുദ്ധാവില്ല. പിന്നെ അയാൾ വിഗ്രഹത്തിൽ ഒഴിച്ചത് ചളിവെള്ളമല്ല, മറിച്ച് അദ്ദേഹം ഒഴിച്ചത് ശുദ്ധ ഇളനീരാണ്. അതുകൊണ്ട് ഒരു കളങ്കത്തിൻ്റെയും പ്രശ്നമില്ല എന്ന് ജസ്റ്റിസ് പോർട്ടർ വിധിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജസ്റ്റിസ് പോർട്ടറുടെ വിധി അംഗീകരിച്ചിരുന്നുവെങ്കിൽ പിന്നെ ഇന്ത്യയിൽ, കേരളത്തിൽ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സമരം വേണ്ടി വരുമായിരുന്നില്ല. എവിടെയാണ് ഈ രണ്ട് ന്യായാധിപന്മാർ? രണ്ടുപേരും പ്രഗത്ഭരാണ്, രണ്ടുപേർക്കും നല്ല ജ്ഞാനമുണ്ട്, രണ്ടുപേരും വ്യക്തിപരമായി മഹത്വമുള്ളവരാണ്. എന്നിട്ടും എവിടെയാണ് ഈ ഒരു വാക്കിൽ ഇവർ വിയോജിച്ചത്? വളരെ ചുരുക്കി പറഞ്ഞാൽ, ഇവിടെയാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ജസ്റ്റിസ് പോർട്ടറെക്കുറിച്ച് മുത്തുസ്വാമി അയ്യർ പറഞ്ഞത്, പോർട്ടർ ഡിഫൈൽ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ അർത്ഥമാണ് നോക്കിയത്. എന്നാൽ ക്ഷേത്ര സംബന്ധമായി ആ അർത്ഥമല്ല നോക്കേണ്ടത്, താന്ത്രിക് അർത്ഥമാണ് നോക്കേണ്ടത്. മനുസ്മൃതി പറയുന്നുണ്ട്, അധസ്ഥിതർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനത്തിന് അർഹതയില്ല. ഇവിടെ ഉബുണ്ടുമില്ല, മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല, ഒന്നുമില്ല. ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ പോസ്റ്റർ കവിതയെക്കുറിച്ച് പറയുന്നത് പോലെയാണിത്. പോസ്റ്റർ കവിത എഴുതിയതൊരു കവിയായിരിക്കും, പക്ഷെ അത് വായിക്കുന്നവർക്ക് അവരുടെ വായനാ രീതിക്കനുസരിച്ച് അതിനെ വിപുലപ്പെടുത്താം, വിസ്തൃതപ്പെടുത്താം, കൂട്ടിച്ചേർക്കാം, വെട്ടിമാറ്റാം. അതുപോലെ നേരത്തെ വാക്കിൻ്റെ വഴികളെക്കുറിച്ച് നടത്തിയ 2 എപ്പിസോഡും ഈ എപ്പിസോഡും ഉൾപ്പെടെ നിങ്ങൾക്കും ഇതിൽ കൂട്ടിച്ചേർക്കാം, വെട്ടിമാറ്റാം, വിസ്തൃതപ്പെടുത്താം, എന്തും ചെയ്യാം. അത്രമാത്രം വിസ്തൃതമാണ് വാക്കിൻ്റെ വഴി. അത് കൂടല്ല തേടുന്നത്, വെട്ടിമാറ്റപ്പെട്ട കാടാണ്, വറ്റിപ്പോയ പുഴകളാണ്, തകർന്നുപോയ മനുഷ്യബന്ധങ്ങളാണ്. പക്ഷേ അപ്പോഴും ഇലകൾ കൊഴിഞ്ഞ് ഉണങ്ങിയ വാക്കിൻ്റെ ചില്ലയിൽ അവിസ്മരണീയമാം വിധം ചിലപ്പോൾ ഒരു പൂവ് വിടർന്നേക്കാം. ആ പൂവിൻ്റെ കാഴ്ചയിൽ പുളകം കൊള്ളാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരും അവർ കവികളാവണമെന്നില്ല, തത്വചിന്തകരാവണമെന്നില്ല. അവർ ഒരു വാക്ക് കേൾക്കുമ്പോൾ അതൊരു വെറും വാക്കല്ലേ എന്ന് അലസമായി വിചാരിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.